ഹിന്ദുമതക്കാരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും ഇങ്ങ് ഞങ്ങൾക്ക് തന്നേക്കൂ, ഞങ്ങൾ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് പോലെ സംരക്ഷിക്കാമെന്ന് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. മുൻപൊക്കെ മതമില്ല, വിശ്വാസമില്ല എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനാണ് ഇപ്പോൾ മതം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഹിന്ദുമതക്കാരുടെ കാല് നക്കുകയാണ് MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും കരകയറാൻ വിശ്വാസി സമൂഹത്തെ കൂടുതൽ അടുപ്പിച്ചു നിർത്താനാണ് CPMന്റെ തീരുമാനം. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്കാണ് CPM ഇപ്പോൾ കടക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീണ്ടും രംഗത്ത് വന്നു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് RSSും BJPയും വളരുന്നത് തടയാനാണ് CPM ശ്രമമെന്നാണ് ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികളുടേതാകണമെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. വിശ്വാസികളോടൊപ്പം നിൽക്കുന്നതാണ് ഇടതുപക്ഷ നിലപാട്. അവിശ്വാസികളോടൊപ്പവും നിൽക്കും. വർഗീയവാദിക്ക് വിശ്വാസമില്ല, വിശ്വാസി വർഗീയവാദിയും അല്ല. വിശ്വാസത്തെ വർഗീയവാദി ഉപകരണമാക്കുന്നു. എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികൾ കൈകാര്യം ചെയ്യണം. RSS അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസികളായ സമൂഹം ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. പിണറായിക്കെതിരെ പ്രതിപക്ഷം അസംബന്ധം പ്രചരിപ്പിക്കുന്നുവെന്നും MV ഗോവിന്ദന്റെ കരച്ചിൽ. പിണറായിയെ രാഷ്ട്രീയമായി ഉന്നം വെച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് MV ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. 20% ആളുകൾക്ക് സംതൃപ്തി വരുത്താനാകണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തിരുത്തണം. പാവപ്പെട്ടവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ഉറപ്പുവരുത്തണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഗൗരവമുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. നമ്മുടെ ഭാഗത്തു നിന്നുള്ളവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. SNDP വിഭാഗം നല്ലതുപോലെ വർഗീയവൽക്കരിക്കപ്പെട്ടു. സ്വത്ത് രാഷ്ട്രീയത്തെ മറയാക്കി വർഗീയമാക്കി ആളുകളെ ഒന്നിപ്പിക്കാൻ BJPക്ക് സാധിച്ചുവെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി CPI രംഗത്ത് വന്നിരുന്നു. EP ജയരാജൻ ഇടതുമുന്നണി കൺവീനർ ആയിരിക്കാൻ അർഹനല്ല എന്ന് CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിലെ വിമർശനമുണ്ടായി. EP-യുടെ സമീപനം മുന്നണിയെ വഞ്ചിക്കുന്ന ഒന്നായി മാറിയെന്ന വിലയിരുത്തലാണ് CPI യോഗത്തിലുണ്ടായത്. തൃശൂർ മേയറുടെ BJP മനോഭാവത്തെയും CPI അംഗീകരിക്കുന്നില്ല. ഈ മേയറെ നിലനിർത്തി കോർപ്പറേഷൻ ഭരണം തുടരുന്നതിൽ അർത്ഥമില്ല. മേയറെ മാറ്റണമെന്ന ആവശ്യം CPM-ന് മുൻപിൽ വെക്കണമെന്ന് തൃശൂരിലെ നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന കൗൺസിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ തീരുമാനങ്ങൾ ഇടതുമുന്നണിയിൽ CPI ഉന്നയിക്കും. ഗൗരവമുള്ള വിമർശനമാണ് CPI ഉയർത്തുന്നത്. പിണറായി മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ CPI-യുടെ ഭാഗത്തു നിന്നും CPM-നെതിരെ ഉയരുന്നത്. പാർട്ടിയുടെയും മുന്നണിയുടെയും സർക്കാരിന്റെയും രീതി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായിട്ടുണ്ടെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഇതിൽ മാറ്റമുണ്ടാകണം. മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ രീതി അപകടകരമാണെന്ന് തിരിച്ചറിയണമെന്നും വിമർശനമുണ്ടായി. എല്ലാം ഞാനാണ് എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയത് ജനങ്ങളെ ഇടതുപക്ഷത്ത് നിന്ന് അകറ്റിയെന്നാണ് വിലയിരുത്തൽ. സർക്കാരിന് കൂട്ടുത്തരവാദിത്വമുണ്ടെന്ന ബോധ്യം ഇല്ലാതാക്കി. അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുക പ്രായോഗികമല്ല. പിണറായി വിജയൻ അങ്ങനെയാണ്. അതിൽ വേണ്ടത് CPM തന്നെ ചെയ്യട്ടെ എന്നാണ് CPI-യുടെ നിലപാട്. അതുകൊണ്ട് തന്നെ EP-ക്കെതിരെയാകും CPI-യുടെ ഇടതുമുന്നണിയിലെ കടന്നാക്രമണം.